ഇതേതാ ഈ പെൻ ഡ്രൈവ്? ഒരു പെൻഡ്രൈവിന് ഇത്രയൊക്കെ ബിൽഡപ്പിന്റെ ആവശ്യമുണ്ടോ? ഡ്രഗ്സ് ഒന്നും അല്ലല്ലോ. കോഡ് പറഞ്ഞ് ഡ്രഗ്സ് വാങ്ങിച്ച ശീലമല്ലേ? ഞാൻ വെറുതെ പറഞ്ഞ. നിങ്ങൾക്ക് എവിടുന്നാ ഈ വിവരങ്ങളൊക്കെ കിട്ടുന്നേ? അറിയില്ല, ഇത് തരാൻ എന്നെ ഒരാളെ ഏൽപ്പിച്ചു. ഓക്കെ, എന്താ ബായിയുടെ പേര്? അതൊന്നും പറയാൻ പാടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. ആരാ ഇതൊക്കെ പറഞ്ഞു വിട്ടിരിക്കുന്നത്? ആളെ എനിക്കറിയില്ല. ഇതൊക്കെ വീട്ടിലെത്തിച്ചു തരും. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു കുറിപ്പും ഉണ്ടാവും. അതേ എനിക്കറിയൂ. ശരി സാറേ, ഇനി ഇതുപോലെ എന്തെങ്കിലും വന്നാൽ വീണ്ടും കാണാം. ഓക്കെ ഓക്കെ. പെൻഡ്രൈവ് വാങ്ങാൻ പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. ഈ പൃഥ്വി എന്താ വിളിക്കാത്ത? ഹലോ ചേച്ചി, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. സമയമായിട്ട് നിന്റെ കോള് വരാത്തോണ്ടാ ഞാൻ അങ്ങോട്ട് വിളിച്ചത്. ആളെ കണ്ടോ? കണ്ടു, പെൻഡ്രൈവ് കിട്ടിയിട്ടുണ്ട്. ആ ഓക്കെ. വിഷ്വൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്നെ കാണിച്ചിട്ട് മാത്രം ഓണയർ വിട്ടാൽ മതി. ശരി, ഓക്കെ ചേച്ചി. മേനോനെ ഒന്ന് വിളിച്ച് പറയാം. ഹലോ. ഹലോ, പെൻഡ്രൈവ് കിട്ടി. ഗുഡ്. അതിലെന്താണെന്ന് നോക്കിയോ? ഇല്ല, ഞാൻ ഓഫീസിലേക്ക് പോകുന്നേ ഉള്ളൂ. അതിലെന്താണെന്ന് നോക്കുക. നമുക്ക് ദോഷം ചെയ്യുന്ന എന്താണെങ്കിലും ഉടനെ ഡിലീറ്റ് ചെയ്ത് കളയുക. മറ്റാരും അത് കാണാതെ ശ്രദ്ധിക്കണം. ശരി, ഓക്കെ. ഓക്കെ. അത് നിനക്ക് തന്ന ആളിന്റെ ഡീറ്റെയിൽസ് തിരക്കിയോ? അയാൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അയാൾ പെൻഡ്രൈവ് തരാൻ വേണ്ടി മാത്രം വന്നതാ. അയാളെക്കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ചോ? യെസ്. അഖിൽ, ഇതൊന്ന് കണക്ട് ചെയ്യ്. ഓക്കെ ശരി. ഇവന്റെ പേര് ആൽബി എന്നാ. ഇവൻ മേനോന്റെ ആളാ. നമുക്കറിയാവുന്ന പലർക്കും മേനോനുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ ആർക്കും ഒരു സംശയത്തിനും ഇട നൽകാതെയാണ് അവർ പ്രവർത്തിക്കുന്നത്. ഈ പെൻഡ്രൈവിൽ നിന്ന് ഈ വിഷ്വൽസ് തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഡിലീറ്റ് ആക്കണം. നമുക്ക് ഈ വിഷ്വൽസിൽ കണ്ട ആൽബിയെ പൊക്കണം. അവനെ പിടിച്ചാ മെയിനോന്റെ ഡീറ്റെയിൽസ് എടുക്കാം. ഓക്കെ ശരി. ഇനിയൊരു എക്സ്പേർട്ട് വിചാരിച്ചാലും ഇതിൽ നിന്ന് വിഷ്വൽസ് തിരിച്ചെടുക്കാൻ പറ്റില്ല.
പൃഥ്വി. ആ ആ ചേച്ചി ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നോ? ആ അതെ, നീ വരുമ്പോ തന്നെ പെൻഡ്രൈവിലെ വിഷ്വൽസ് നോക്കാന്ന് കരുതി ഇരുന്നതാ. നീ വിഷ്വൽസ് നോക്കിയായിരുന്നോ പൃഥ്വി? ആ പെൻഡ്രൈവിൽ ഒന്നുമില്ല ചേച്ചി, ഞാൻ നോക്കിയതാ. ഒന്നും ഇല്ലെന്നോ? ആ അതിനീ ഹിഡൻ ഫയൽസ് വല്ലതും ആണോ? അല്ല, അതിലൊരു ഫയൽ പോലും ഇല്ല. ഫുൾ സ്പേസ് ഫ്രീ ആണെന്നാ കാണിക്കണേ. അതെങ്ങനെ പൃഥ്വി? നീ പെൻഡ്രൈവിങ് തന്നെ. ആ ഇതാ അയാൾ എനിക്ക് തന്നത്. ചേച്ചി എന്നെ ചെക്ക് ചെയ്ത് നോക്കൂ. ഓക്കെ. എത്ര നോക്കിയാലും കാണാൻ പറ്റില്ല. അതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തില്ലേ. ഇതെന്താ ഇങ്ങനെ ഒന്നുമില്ലാത്തൊരു പെൻഡ്രൈവ്? ഞാൻ അയാളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അയാളെ നമ്മൾ പറ്റിച്ചതാണെന്ന് തോന്നുന്നു ചേച്ചി. നോ, അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല അത്. എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ആ അയാള് ഫോൺ ഓൺ ചെയ്യുമല്ലോ, അപ്പൊ നമുക്ക് നോക്കാം. ആ എന്ന് ഞാൻ ചെല്ലട്ടെ. ഇതേതാ ഈ പെൻഡ്രൈവ്? ആരായിരിക്കും ഈ പെൻഡ്രൈവ് ഇവിടെ കൊണ്ടുവച്ചത്? എത്രയാ? 100 രൂപ. ഓക്കെ ശരി. ആഹാ, ആരൊക്കെയത്? ഒരുപാട് നാളായല്ലോ.
ചെറിയച്ച ഇതാരാ നോക്കി? ആരാ മോളെ? സുഖായിരിക്കുന്ന രണ്ടാളും. എന്താ ഇങ്ങോട്ടൊന്നും വരാത്തെ? ആഹാ, തീരെ പ്രതീക്ഷിക്കാത്ത അതിഥികളായി പോയല്ലോ. അകത്തേക്ക് ഇരിക്കാം. വരൂ. വാ.